ദ ജേർണലിസ്റ്റിലേക്ക് ദശാബ്ദങ്ങളായി നിലനിൽക്കുന്ന അമേരിക്ക ഇറാൻ ശത്രുത ഇപ്പോൾ ഒരു ആഗോള പ്രതിസന്ധിയിലേക്ക് വഴിമാറിയിരിക്കുകയാണ്. ഇറാനിലേക്ക് ഏത് നിമിഷവും ഒരു സൈനിക നടപടി ഉണ്ടാകുമെന്ന ആവർത്തിച്ചുള്ള അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിൻ്റെ വാദങ്ങൾ, ഭീഷണികൾ അന്താരാഷ്ട്ര തലത്തിൽ വലിയ പ്രത്യാഘാതങ്ങൾക്ക് വഴിമരുന്നിട്ടിരിക്കുന്നു. ഇറാനുമായി ബന്ധം പുലർത്തുന്ന സകല രാജ്യങ്ങൾക്കും ശിക്ഷ വിധിക്കുന്നു എന്ന മട്ടിൽ തീരുവ വർദ്ധിപ്പിച്ചും വെല്ലുവിളികൾ നടത്തിയും ട്രംപ് നടത്തുന്ന ഈ നീക്കങ്ങൾ അത് അണയാൻ പോകുന്നതിന് മുമ്പുള്ള ഒരു വലിയ ആളിക്കത്തൽ എന്ന നിലയിലേക്ക് വിലയിരുത്തേണ്ടതുണ്ട്. കാരണം ഈ നിലയിലാണ് ട്രംപ് മുന്നോട്ട് പോകുന്നതെങ്കിൽ അമേരിക്കൻ സാമ്രാജ്യത്വത്തിൻ്റെ അന്ത്യം കുറിക്കുന്ന ഇടമായി ഇറാൻ മാറുമെന്ന കാര്യത്തിൽ വലിയ സംശയമൊന്നുമില്ല. ഇതിന് വ്യക്തമായ സൂചന നൽകിയത് റഷ്യയാണ്. റഷ്യയുടെ വിദേശകാര്യ മന്ത്രാലയം സ്വീകരിച്ച നിലപാട് വളരെയധികം പ്രത്യേകതകളുള്ളതാണ്. അത് കേവലം ഇറാന് പൂർണ്ണമായ പിന്തുണ പ്രഖ്യാപിക്കുന്നു എന്ന ഒരു വരിയിൽ ഒതുക്കേണ്ടതല്ല, മറിച്ച് മിഡിൽ ഈസ്റ്റിലെ, അതായത് പശ്ചിമേഷ്യയിലെ അമേരിക്കൻ ആധിപത്യത്തിന് തടയിടുന്നതിന് വേണ്ടിയിട്ടുള്ള തന്ത്രപരമായ നിർണായകമായ നീക്കങ്ങൾക്ക് റഷ്യ ചുക്കാൻ പിടിക്കാൻ പോകുന്നു എന്ന തരത്തിലുള്ള ഒരു മുന്നറിയിപ്പാണ്. ഇറാനെതിരെ ഒരു തരത്തിലുള്ള സൈനിക ആക്രമണവും ഒരു സാഹചര്യത്തിലും അംഗീകരിക്കാൻ കഴിയുന്നതല്ല, അത് അംഗീകരിക്കാനാവാത്തതാണ് എന്നാണ് റഷ്യൻ വിദേശകാര്യ മന്ത്രാലയം ഔദ്യോഗികമായി നിലപാട് പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഇത്തരമൊരു നീക്കം മിഡിൽ ഈസ്റ്റിൽ മാത്രമല്ല ആഗോളതലത്തിൽ തന്നെ അസ്ഥിരതയും നിയന്ത്രണാതീതമായ പ്രത്യാഘാതങ്ങളും സൃഷ്ടിക്കുമെന്ന് റഷ്യ മുന്നറിയിപ്പ് നൽകുന്നു. സംഘർഷവും സാമ്പത്തിക സമ്മർദ്ദവും നേരിടുന്ന ഒരു രാജ്യത്തെ കൂടുതൽ പ്രകോപിപ്പിച്ച് അവരുടെ ആഭ്യന്തര കാര്യങ്ങളിൽ തലയിട്ട് അവരുടെ പരമാധികാരത്തിന് നേരെ നടത്തുന്ന കൈകടത്തൽ അന്താരാഷ്ട്ര സമാധാനത്തിന് ഗുരുതരമായ പ്രത്യാഘാതവും വെല്ലുവിളിയുമാണ് എന്ന് റഷ്യ ചൂണ്ടിക്കാണിക്കുന്നു. ഒരുപക്ഷെ അമേരിക്ക ഇറാൻ വിഷയത്തിൽ ഇത്രയും തീക്ഷ്ണമായി ആഗോളതലത്തിൽ കാര്യങ്ങൾ വിലയിരുത്തി ഇതൊരു ആഗോള വിഷയമായി വളരുന്നുണ്ട്, അതുകൊണ്ട് തന്നെ ഈ വിഷയത്തിൽ ഞങ്ങൾ കൃത്യമായ നിലപാട് സ്വീകരിക്കുന്നു എന്ന് റഷ്യ പറയുമ്പോൾ ഇത് പശ്ചിമേഷ്യയിൽ അമേരിക്കയ്ക്ക് നേരെയുള്ള, അമേരിക്കൻ സാമ്രാജ്യത്വത്തിന് നേരെയുള്ള ഒരു വലിയ മുന്നേറ്റത്തിൻ്റെ തുടക്കം, അല്ലെങ്കിൽ വിവിധ രാജ്യങ്ങളുടെ നേതൃത്വത്തിൽ അമേരിക്കയ്ക്കെതിരെ പഴയ USSR മോഡലിലുള്ള ഒരു മുന്നേറ്റത്തിൻ്റെ ആരംഭം എന്ന നിലയിൽ തന്നെ വേണം വിലയിരുത്താൻ. അതായത് അമേരിക്ക നടത്തുന്ന ഇത്തരം നീക്കങ്ങൾ, നമുക്കറിയാം വെനസ്വലൻ പ്രസിഡന്റിനെ ഒരു രാത്രി പോയി തൂക്കിയെടുത്തുകൊണ്ട് വന്ന് വിചാരണ നടത്തി. ഇതിനു മുമ്പ് നമ്മൾ കണ്ടത് സദ്ദാം ഹുസൈൻ്റെ കാര്യത്തിൽ ഇറാഖ് അധിനിവേശത്തിൻ്റെ സമയത്ത് കണ്ടു. അതുപോലെ ഇനിയും കൂടുതൽ രാജ്യങ്ങളിലേക്ക് തൻ്റെ ഡെൽറ്റ ഫോഴ്സ് ഉപയോഗിച്ച് കടന്നു കയറി തനിക്ക് ഇഷ്ടമുള്ളതെല്ലാം ചെയ്യുമെന്ന മട്ടിലേക്ക് ട്രംപ് നിർണായകമായ വെല്ലുവിളികളും പ്രഖ്യാപനങ്ങളും നടത്തുന്നു. ഇറാനുമായി വ്യാപാര ബന്ധമുണ്ടെങ്കിൽ, റഷ്യയുമായി വ്യാപാര ബന്ധമുണ്ടെങ്കിൽ കനത്ത ശിക്ഷ, തീരുവ നടപ്പാക്കും എന്ന് ട്രംപ് പ്രഖ്യാപിക്കുന്നു. അത്തരം നടപടികളിലേക്ക് പല രാജ്യങ്ങളുടെയും നെഞ്ചത്തേക്ക് കയറുന്നു. ഇന്ത്യയുടെ നേർക്കും ഈ ട്രംപിൻ്റെ നീക്കങ്ങൾ ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ ഈ ലോകത്തെ മുഴുവൻ രാജ്യങ്ങളുടെയും പരമാധികാരങ്ങളിലും വ്യാപാര നിലപാടുകളിലുമൊക്കെ കടന്നു കയറി ഞാൻ പറയുന്നത് മാത്രം ഇവിടെ നടന്നാൽ മതി, അമേരിക്കൻ സാമ്രാജ്യത്വം ലോകം ഭരിക്കുമെന്ന മട്ടിലുള്ള ട്രംപിൻ്റെ ഈ നീക്കങ്ങൾക്കുള്ള കൃത്യമായ താക്കീതാണ് റഷ്യ നൽകിയത്. ഇപ്പോൾ ഇറാനിലേക്ക് ആക്രമണം നടത്തിയാൽ ഇറാനെ പൂർണ്ണമായി പിന്തുണയ്ക്കുമെന്ന് റഷ്യ പറയുന്നു. അതോടൊപ്പം ചൈന സാമ്പത്തികമായി സഹായിക്കും. ഉത്തര കൊറിയൻ ഭരണാധികാരിയായിട്ടുള്ള കിം ജോങ് ഉൻ നേരത്തെ തന്നെ ഈ വിഷയത്തിൽ ഇറാൻ അനുകൂലമായ അമേരിക്കയ്ക്കെതിരായ നിലപാട് പറഞ്ഞിട്ടുണ്ട്. പശ്ചിമേഷ്യൻ രാജ്യങ്ങളിൽ പല രാജ്യങ്ങൾക്കും, തുർക്കി ഉൾപ്പെടെയുള്ള പല രാജ്യങ്ങൾക്കും അമേരിക്കയുടെ ഇത്തരം നീക്കങ്ങളിൽ കടുത്ത വിയോജിപ്പുണ്ട്. ഇന്ത്യ അമേരിക്കയുടെ താരിഫ് വർധന ഉൾപ്പെടെയുള്ള വിഷയത്തിൽ നിശബ്ദത പാലിക്കുന്നുണ്ട് എങ്കിലും ഒരർത്ഥത്തിൽ അത് ഈ പ്രശ്നങ്ങൾ മാറുകയാണെങ്കിൽ മാറട്ടെ എന്ന നിലയിലുള്ള നിലപാട് മാത്രമാണ്. അമേരിക്ക കടുപ്പിച്ചാൽ ഇന്ത്യയും ഇനിയും കടുത്ത നടപടികളിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഇവരെയൊക്കെ, അതായത് അമേരിക്കയുടെ അടിയേറ്റുവാങ്ങുന്ന, അല്ലെങ്കിൽ അമേരിക്കയുടെ ധിക്കാരത്തിനും ധാർഷ്ട്യത്തിനും സാമ്രാജ്യത്വ അഹങ്കാരങ്ങൾക്കും ഇരയാകുന്ന രാജ്യങ്ങളെ കോർഡിനേറ്റ് ചെയ്തുകൊണ്ടുള്ളൊരു മുന്നേറ്റം ഉണ്ടാകുമെന്ന സൂചനയാണ്, അല്ലെങ്കിൽ അത്തരമൊരു വെല്ലുവിളിയാണ് റഷ്യയും നൽകുന്നത്. ഇറാൻ നേരത്തെ തന്നെ അമേരിക്ക ആക്രമിച്ചാൽ ശക്തമായ ഭാഷയിൽ തിരിച്ചടിക്കും എന്ന് വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. ഇനി അമേരിക്കയുടെ ഈ യുദ്ധഭീഷണികൾക്കെതിരെ ഇറാൻ കുറച്ചുകൂടി കടുപ്പിച്ച ചില വാക്കുകൾ കൂടി പറഞ്ഞിട്ടുണ്ട്. അതുകൂടി നോക്കുക. ഇറാനെതിരായ അമേരിക്കൻ ഭീഷണികളെ റഷ്യ വെറും സൈനിക മുന്നറിയിപ്പുകളായി മാത്രം കാണുന്നില്ല. നേരെ മറിച്ച് ഇറാനിൽ ഇങ്ങനെയൊരു പ്രതിസന്ധി ഉണ്ടാകാനുള്ള പ്രധാനപ്പെട്ട കാരണം അത് അമേരിക്കയുടെ ഉപരോധങ്ങളും ബാഹ്യമായ ഇടപെടലുകളുമാണ്. ഉയർന്ന താരിഫുകൾ ഏർപ്പെടുത്തി ഇറാൻ്റെ വ്യാപാര പങ്കാളികളെ സമ്മർദ്ദത്തിലാക്കാനുള്ള അമേരിക്കൻ ശ്രമങ്ങളെ ലജ്ജാകരമെന്നാണ് റഷ്യ വിശേഷിപ്പിച്ചത്.
ഒരു സ്വതന്ത്ര രാഷ്ട്രത്തെ സാമ്പത്തികമായി ശ്വാസം മുട്ടിക്കാൻ ശ്രമിക്കുന്ന ഈ നയങ്ങൾ സാധാരണ ജനങ്ങളുടെ ജീവിതത്തെ ദുരിതത്തിലാക്കും. അത് വലിയ ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കും. അമേരിക്കയുടെ പൊള്ളത്തരങ്ങൾ തുറന്നു കാട്ടുമെന്നൊക്കെ റഷ്യ പറയുന്നുണ്ട്. അപ്പം അതിൻ്റെ അർത്ഥമെന്ന് പറഞ്ഞാൽ ഇതിനൊക്കെ തിരിച്ചടിക്കേണ്ട സമയമായി. ഇനിയും ഇങ്ങനെ അമേരിക്കയെ ട്രംപിനെ അഴിച്ചുവിട്ടാൽ ശരിയാകില്ല. ഇത് സകല രാജ്യങ്ങളെയും ബാധിക്കുന്ന ഒരു വിഷയമായി മാറുകയാണ്. അമേരിക്കൻ ചേരിയിൽ നിൽക്കാത്ത, സ്വതന്ത്രമായി നിൽക്കുന്ന പരമാധികാര രാഷ്ട്രങ്ങളോടുള്ള വെല്ലുവിളിയാണ്. ഇതിനിയും എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും? ഇതാണ് ഏറ്റവും പ്രധാനമായി റഷ്യ ചോദിക്കുന്നതിലെ പ്രധാനപ്പെട്ട കാര്യം. ഇപ്പോൾ സ്വാഭാവികമായിട്ടും റഷ്യ ഇറാന് പിന്തുണയുമായി ഇറങ്ങിയാൽ, സാമ്പത്തികമായി ചൈനയടക്കം പിന്തുണച്ചാൽ, ഇറാനിലേക്ക് യുദ്ധം നടത്തുമെന്നല്ലാതെ നടത്താൻ കഴിയാത്ത തരത്തിൽ ട്രംപ് ശ്വാസം മുട്ടും. കാരണം ഒരു ആക്രമണം നടത്തിയാൽ പശ്ചിമേഷ്യയിൽ നിന്ന് ശക്തമായ രീതിയിലുള്ള വ്യാപാരപരവും വാണിജ്യപരവും സൈനികപരവും ഒക്കെ ആയിട്ടുള്ള തിരിച്ചടികൾ ഉണ്ടാകുമെന്ന ഭീതി അമേരിക്കയ്ക്ക് ഇപ്പോഴേ ഉണ്ട്. അതുകൊണ്ടാണ് പറച്ചിലിനപ്പുറം ഒരു പ്രവൃത്തിയിലേക്ക് ട്രംപ് പോകാത്തത്. അപ്പോൾ സ്വാഭാവികമായി ഇത് സംഭവിക്കുകയാണെങ്കിൽ, ട്രംപ് ഏതെങ്കിലും തരത്തിൽ ഒരു ആക്രമണം ഇറാനിലേക്ക് അഴിച്ചുവിടുകയാണെങ്കിൽ അതിശക്തവും കഠിനവുമായ തിരിച്ചടി റഷ്യയുടെ നേതൃത്വത്തിൽ വരും. അത് കേവലം സായുധമായ ഒരു ആക്രമണമായിരിക്കില്ല, മറിച്ച് അമേരിക്കയുടെ സാമ്രാജ്യത്വ അധിനിവേശ അഹങ്കാരങ്ങൾ ഇല്ലാതാക്കുന്ന വിധത്തിലുള്ളതായിരിക്കും എന്നു തന്നെയാണ് വിലയിരുത്തപ്പെടുന്നത്. അതായത് ട്രംപിൻ്റെ ഇമാതിരി പണികളുടെയൊക്കെ ഒടുക്കം ഇനിയും ഇങ്ങനെയാണ് പോകുന്നതെങ്കിൽ അത് ഇറാനിൽ തന്നെ ആയിരിക്കുമെന്ന തരത്തിൽ അന്താരാഷ്ട്ര തലത്തിൽ നിരവധി വിലയിരുത്തലുകൾ വരികയാണ്. അമേരിക്കയുടെ ഇത്തരം അഹങ്കാരങ്ങളുടെ അന്ത്യം ഉടൻ ഉണ്ടാകും എന്ന സൂചനകൾ പുറത്തു വരികയാണ്. അത് ട്രംപിനും അറിയാവുന്നത് കൊണ്ട് തന്നെ ആയിരിക്കും ട്രംപ് കടുത്ത നടപടികളിലേക്ക് പോകാതെ പറച്ചിലിലും വെല്ലുവിളികളിലും ഭീഷണികളിലും മാത്രം കാര്യങ്ങൾ ഒതുക്കുന്നത്. അല്ലെങ്കിൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക, കഴിഞ്ഞ 3 ആഴ്ചയായിട്ട് എത്ര തവണ ട്രംപ് ഇറാനിലേക്ക് ഇപ്പം കയറും എന്ന് പറയുന്നു. എത്ര തവണയായി പ്രക്ഷോഭകർക്ക് ഞങ്ങൾ പിന്തുണയാണ്, ഞങ്ങൾ കൂടെയുണ്ട്, ഞങ്ങൾ സൈന്യത്തെ തരും, ഞങ്ങളുടെ സൈന്യം ഇടപെടും എന്നൊക്കെ പറയുന്നു. പക്ഷേ ഈ പറച്ചിലിനപ്പുറം ഒരടി മുന്നോട്ട് വയ്ക്കാൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു വസ്തുതയാണ്. ഇസ്രായേലാണെങ്കിലും അമേരിക്ക ഇപ്പോൾ ആക്രമിക്കും, ഇപ്പോൾ യുദ്ധത്തിന് വിളിക്കും, ഇപ്പോൾ യുദ്ധം ചെയ്യുമെന്ന പ്രതീക്ഷയിൽ ഇരിക്കാൻ തുടങ്ങിയിട്ടും ഇത്രയും കാലമായി. എന്നാൽ ഇതുവരെ ഇറാൻ ഏതെങ്കിലും തരത്തിൽ ഭയപ്പെടുന്നില്ല. ആ ഇറാൻ്റെ ഭയമില്ലായ്മയ്ക്ക് കാരണം വെനസ്വേലയിൽ കയറി പ്രസിഡന്റിനെ ആക്രമിച്ച് കൊണ്ടുവന്ന സമയത്ത് ഇസ്രായേലിലെ ചില തീവ്ര വലതുപക്ഷ സയനിസ്റ്റുവാദികൾ പറഞ്ഞത് അടുത്തത് ഇറാനാണെന്നാണ്. അത്തരത്തിലൊരു വലിയ പ്രചാരണം നമ്മുടെ നാട്ടിലടക്കം ഉണ്ടായിരുന്നത്. ഇപ്പം ഖമനിയെ പിടിച്ചുകൊണ്ട് പോകുന്ന പറഞ്ഞ് ഇതെന്താ സംഭവിക്കാത്തത്? ഇറാനെ തൊട്ടാൽ അമേരിക്കയുടെ അഹങ്കാരം തീരും, ട്രംപിൻ്റെ അഹങ്കാരത്തിൻ്റെ ഒടുക്കമായിരിക്കും എന്ന് ഏറെക്കുറെ അമേരിക്കയ്ക്ക് ഉൾപ്പെടെ മനസ്സിലായിട്ടുണ്ട്, ലോകത്തിന് മനസ്സിലായിട്ടുണ്ട്. ആ ഭയമുള്ളത് കൊണ്ട് തന്നെയാണ് അമേരിക്കയും ട്രംപുമൊക്കെ ഇപ്പോഴും പറച്ചിലിനപ്പുറത്തേക്ക് നീങ്ങാത്തത്. ഇനി അങ്ങനെ നീങ്ങിയാൽ ഈ പറയുന്നത് പോലെയുള്ള ഒരു വലിയ പ്രശ്നങ്ങൾ ഉണ്ടാകുമെന്ന നിലയിലേക്ക് ആയത്തുള്ള അലി ഖാംനെയും വ്യക്തമായ സൂചനകൾ നൽകിയിട്ടുണ്ട്. ഇറാൻ പറയുന്നത് എന്താണ്? ഇറാൻ പറയുന്നതും ഞങ്ങൾക്ക് നേരെ ഒരു വലിയ ആക്രമണം നടന്നാൽ അതിന് ശക്തമായ തിരിച്ചടി, വലിയ തോതിലുള്ള തിരിച്ചടി, അമേരിക്ക പ്രതീക്ഷിക്കാത്ത വിധത്തിലുള്ള തിരിച്ചടി ഉണ്ടാകുമെന്നാണ്. അതൊരിക്കലും സായുധമായി ഇറാൻ തിരിച്ചടിക്കുന്നത് മാത്രമായിരിക്കില്ല. അമേരിക്ക എങ്ങനെയാണോ മറ്റു രാജ്യങ്ങളെ നിലയ്ക്ക് നിർത്തുന്നത് ആ നിലയിൽ തന്നെ പറ്റാവുന്ന ശക്തികളെല്ലാം ചേർന്നുകൊണ്ടുള്ള സംയുക്തമായ ഒരു നീക്കമായിരിക്കും. ആ സൂചന ഖാംനെയി നൽകിയിട്ടുണ്ട്, പ്രവചനം പോലെ. അതാണ് അമേരിക്കയെ ഇപ്പോൾ ഭയപ്പെടുത്തുന്നത്, അല്ലെങ്കിൽ അതുകൊണ്ടാണ് അമേരിക്ക ഇപ്പോൾ മുന്നോട്ട് പോകാത്തത് എന്ന് വിലയിരുത്തേണ്ടി വരും. അല്ലെങ്കിൽ ഇത് അംഗീകരിക്കാൻ ബുദ്ധിമുട്ടുള്ളവരുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക, എന്തുകൊണ്ടാണ് അമേരിക്ക ഇത്രയും കാലമായിട്ടും ഇറാനിലേക്ക് ആക്രമണം നടത്താതെ വെറുതെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്ന്. അമേരിക്ക ആക്രമിച്ചാൽ ഇറാൻ സാഷ്ടാംഗം വീഴുമെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ? അങ്ങനെയാണെങ്കിൽ അമേരിക്കയ്ക്ക് പണ്ട് തന്നെ ഇത് ചെയ്യാമായിരുന്നില്ലേ? അപ്പോൾ അമേരിക്ക ആക്രമണം നടത്താതെ വെറുതെ വെല്ലുവിളിക്കുന്നതിന് പിന്നിൽ മറ്റെന്തോ കാരണമുണ്ട്. ആ കാരണമാണ് ഈ പറഞ്ഞത്. ഈ ആക്രമണം നടന്നു കഴിഞ്ഞാൽ, ഇറാനിലേക്ക് ആക്രമിച്ചാൽ അത് അമേരിക്കയ്ക്ക് ദൂരവ്യാപകമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കും. സാമ്രാജ്യത്വ തലവൻ എന്ന നിലയിൽ, അല്ലെങ്കിൽ സാമ്രാജ്യത്വ അധിനിവേശങ്ങൾ ഇനിയും നടത്താമെന്ന നിലയിൽ എന്തും ചെയ്യാനുള്ള അവസ്ഥ പിന്നീട് ചിലപ്പോൾ പറ്റാതെ വരും. അതാണ് ഈ വിഷയങ്ങൾ സൂചിപ്പിക്കുന്നത്.